ഇന്ന് നമുക്ക് ചിക്കൻ മെഴുക്ക് പുരട്ടി കണ്ടാലോ. ചിക്കൻ്റെ പല തരത്തിലുള്ള വെറൈറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് അതിൽ നിന്ന് കുറേ വ്യത്യസ്തമാണ്. നമ്മൾ മസാലാസ് ഒന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇത്. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. പെരിഞ്ജീരകം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ പെരിഞ്ജീരകം ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം നമ്മളിതിലേക്കൊരു 2 സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലായിരുന്നു, അപ്പോൾ 2 സവാള കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഇതുപോലെ തേങ്ങാക്കൊത്തൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് കൂടുതൽ ആഡ് ചെയ്യുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. അതൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റണ്ട. അതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലും ചെറിയ പീസസ് ആയിട്ട് വേണമെങ്കിൽ ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചില്ലി ഫ്ലെക്സ് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. ചില്ലി ഫ്ലെക്സ് ഇല്ലെങ്കിൽ മാത്രമേ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവൂ. മാക്സിമം നിങ്ങൾ ചില്ലി ഫ്ലെക്സ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് പുരട്ടിയെടുത്ത് അടച്ച് വെച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കി വേണം ഉപ്പൊക്കെ ഇടാൻ. അതിനുശേഷം നന്നായിട്ടിത് കുക്കായതിന് ശേഷം നമ്മളിത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇത് തുറന്ന് വെച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ നല്ല ഡ്രൈ അല്ലേ, ആ ഒരു പരുവത്തിന് ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഇനി ഇതിൽ നമ്മൾ സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാല വല്ലതും ഇട്ട് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷ് കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നാരങ്ങ നീര് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു പുളിക്കൊക്കെ വേണ്ടിയാണ് കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ആ ഒരു എരിവ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ചിക്കൻ മെഴുക്ക് പുരട്ടി തയ്യാറായി. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. ഓക്കെ, താങ്ക് യു.